അസ്സലാമു അലൈക്കും. ഇപ്പം ഞാൻ വന്നിട്ടുള്ള കിച്ചുവിന് സുഖമില്ല. അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊട്ടയിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് അതാ സിപ്പപ്പ് ഒന്ന് വിശക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഫുഡൊന്നും കഴിക്കണില്ല. അപ്പോൾ സിപ്പപ്പ് കയറ്റിനുള്ള സിപ്പപ്പ് മേടിച്ച് വെച്ചതാട്ടോ കൊടുക്കാൻ ഹോസ്പിറ്റലിൽ പോയാലും. അപ്പോൾ അതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നരിപ്പറമ്പിലാണ് ഈ ഹോസ്പിറ്റൽ. നല്ലൊരു ഹോസ്പിറ്റലാണ്. മൃഗങ്ങൾക്കൊക്കെ കാണിക്കാൻ പറ്റിയത് നായ, പൂച്ച, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡോക്ടർമാരുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. സ്കാനിങ്ങും കാര്യങ്ങളും ട്രിപ്പിടലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കിച്ചുവിനാണെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് വരികയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ 2 ദിവസം തീരെ മൂത്രം പോവാതായപ്പോഴേ ഞങ്ങൾ ശ്രദ്ധിച്ച്. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർ പറയണത് പിന്നെ മൂത്രക്കല്ലിൻ്റെ ഇതാണ്, അടവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ട്യൂബ് ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവം അനസ്തേഷ്യയൊക്കെ കൊടുത്ത് കെടുത്തിയിരിക്കുകയാണ് കേട്ടോ. ട്യൂബൊക്കെ ഇട്ട് അതാണ്ട് അവൻ്റെ മൂത്രത്തിൻ്റെ കളറാണത്. അങ്ങനെ അനസ്തേഷ്യയൊക്കെ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ട്രിപ്പ് കൊടുത്ത് കെടുത്തിയിരിക്കുകയാണ് പാവം. ബോധം വരുവോളം ഞങ്ങളും കൂടെ നിന്ന് ഇപ്പോൾ ഒക്കെ വന്ന് വീട്ടിൽ സുഖമായിട്ട് കിടന്ന് കെടുത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് റിക്കവറായിട്ടില്ല. ആ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക കിച്ചുവിൻ്റെ അസുഖമൊക്കെ മാറി ഉഷാറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കിച്ചു പാവ. കെടുത്തം കാണാൻ വയ്യട്ട, വല്ലാത്തൊരു കാഴ്ചയായിരുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ചാനലിലും കൂടെ ഇടാമെന്ന്. മക്കൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ അസുഖത്തിൻ്റെ കാര്യം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായി എന്ന്. അപ്പോൾ അതിന് വേണ്ടി എടുത്തതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ എന്തായാലും